പല റീൽസിലും കാശിയുടെ ഭംഗി കാണുമ്പോൾ ഒരു സൈഡ് വെച്ച് നോക്കുമ്പോൾ ദേ ഇതാട്ടോ കാശിയുടെ അവസ്ഥയെന്ന് പറയുന്നത്. ഭയങ്കര തിരക്കും ആളും ബഹളവും വണ്ടിയൊക്കെ ആയിട്ട് ഒന്നിനും നമുക്ക് ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കും ബഹളമാട്ടോ. ഇത് കാലഭൈരവ ടെമ്പിളിലേക്ക് പോകുന്ന തിരക്കാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് ഒരു 200 മീറ്റർ കൂടി കാലഭൈരവ ടെമ്പിളിലേക്കുണ്ട്. പക്ഷേ ഭയങ്കര ക്യൂ ആട്ടോ. ഇത് ഇന്നൊരു ദിവസത്തെ മാത്രം തിരക്കല്ല കേട്ടോ, 365 ദിവസവും ഇതേ തിരക്കാണെന്നാണ് പറയുന്നത്. ഇന്ന് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത് കേട്ടോ. എന്തായാലും ഭയങ്കര തിരക്കാണ്. കാശി വിശ്വനാഥ ടെമ്പിളിൽ ഞങ്ങൾ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തിട്ട് വന്നതുകൊണ്ട് വലിയ രീതിയിൽ തിരക്ക് അനുഭവിക്കാണ്ട് ഒരു അരമണിക്കൂറിൽ കാര്യം കഴിഞ്ഞിറങ്ങി. പക്ഷേ അതുപോലെ ഓൺലൈൻ ടിക്കറ്റ് ഓപ്ഷൻ ഒന്നും കാലഭൈരവ ടെമ്പിളിലില്ല കേട്ടോ. നമ്മളിങ്ങനെ ക്യൂ നിന്ന് തന്നെ വരേണ്ടി വരും. എന്തായാലും ക്യൂ എല്ലാം നിന്ന് ഭഗവാനെ എല്ലാം നല്ല രീതിയിൽ തൊഴുതിറങ്ങി. അടുത്തിനി തൊട്ടടുത്തുള്ള മൃത്യുഞ്ജയ മഹാദേവ് ക്ഷേത്രത്തിലൂടെ പോകാനാണ് പ്ലാൻ. വാരണാസിയിൽ വന്നാൽ നമ്മൾ എണ്ണിയാൽ തീരാത്ത അമ്പലങ്ങളുണ്ട് കേട്ടോ, നമുക്ക് പോയി കണ്ടിറങ്ങി തൊഴുത് വരാനൊക്കെ ആയിട്ട്. പക്ഷേ എല്ലാം നമുക്ക് 2 ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വളരെ കുറച്ച് അമ്പലങ്ങൾ മാത്രമേ നമ്മൾ പോയി വരുന്നുള്ളൂ. അതിൽ 3 അമ്പലമാണ്: കാലഭൈരവ ടെമ്പിൾ, കാശി വിശ്വനാഥ ടെമ്പിൾ, മൃത്യുഞ്ജയ മഹാദേവ് ടെമ്പിൾ കേട്ടോ. ഇനി കാശി വിശ്വനാഥൻ്റെ വൈഫിൻ്റെ ഒരു ടെമ്പിൾ കൂടി നമ്മുടെ മണികർണിക ഘട്ടിൻ്റെ അടുത്തുണ്ട്. അവിടുത്തെ ദേവിയെ കൂടെ കണ്ടാൽ നമ്മുടെ അമ്പലം കഴിഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല ഒരുപാട് ഫേമസ് അമ്പലം ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ മെയിനായിട്ടുള്ള കുറച്ച് അമ്പലങ്ങൾ മാത്രം കണ്ടിറങ്ങിയിട്ട് വന്നു കേട്ടോ. വരുന്നവർ നടക്കാൻ തയ്യാറായി തന്നെ വരണം. ഇഷ്ടം പോലെ നടക്കാനായിട്ടുണ്ട്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ വന്നാൽ അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് കാലഭൈരവ ടെമ്പിൾ, അവിടെ നിന്ന് തൊട്ടടുത്താണ് നമ്മുടെ മൃത്യുഞ്ജയ മഹാദേവ് ടെമ്പിൾ. എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. 1.5-2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് അമ്പലം. നമ്മൾ ഓട്ടോ എല്ലാം ഓരോ സ്പോട്ടിൽ എത്തിക്കാമെന്ന് പറയുമെങ്കിലും അവർ കുറച്ച് ദൂരം മാത്രമേ എത്തിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ നടക്കുക തന്നെ വേണം. അതിനെക്കാട്ടി നമ്മൾ നടക്കുന്നതായിരിക്കും നല്ലത്. പൈസയും കൊടുക്കണം, നടക്കുകയും വേണം. അതിനെക്കാട്ടി നടന്നാൽ നമുക്ക് എല്ലാ സ്ഥലവും കവർ ചെയ്ത് വരാൻ പറ്റും. അത് കഴിഞ്ഞപ്പോഴേക്കും നല്ല വിശപ്പടിച്ചപ്പോഴേക്കും ഒരു സൈക്കിൾ റിക്ഷയിൽ ഒരാൾക്ക് പോലും ഇരിക്കാൻ പറ്റാത്ത സൈക്കിൾ റിക്ഷയിൽ 3 പേരും കൂടി കയറി യാത്ര ചെയ്യാണ്. ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടൊക്കെ നേരത്തെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ സൈക്കിൾ റിക്ഷയിൽ കയറി പോകുന്നത്. കേസരിയ താലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു അൺലിമിറ്റഡ് താലി കിട്ടുന്ന ഒരു കടയിലേക്കാണ് പോയത്. ആ സൈക്കിൾ റിക്ഷ ചേട്ടൻ ഇവിടെ എത്തിക്കാമെന്ന് പറഞ്ഞാണ് ഞങ്ങളെ കയറ്റിയത്. പക്ഷെ അവിടെ എത്തിച്ചില്ല കേട്ടോ. 1.5 കിലോമീറ്റർ വീണ്ടും നടക്കേണ്ടി വന്നു. പക്ഷെ നടന്ന് അലങ്ങി തിരിഞ്ഞ് വന്ന് കഴിച്ച ഭക്ഷണം ഒട്ടും മോശമായില്ല കേട്ടോ. നടന്ന് ക്ഷീണിച്ചൂടെ വന്നതുകൊണ്ട് നന്നായിട്ട് കഴിക്കുകയും ചെയ്തു. 21 ഡിഷസ് ഉള്ള താലി ഒരു മീലാണ് നമ്മൾ കഴിച്ചത്. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യൻ ഫുഡ് പൊതുവേ എനിക്ക് ഇഷ്ടമല്ലാത്ത ആളാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു 5 ദിവസം ആയിട്ടുണ്ട്. എങ്കിലും ഫുഡിനൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാം നല്ല അടിപൊളി ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിയുമ്പോഴേക്കും വേദയ്ക്ക് ചെറിയൊരു തലവേദന വന്നു. പിന്നെ ഞങ്ങൾ റൂമിലേക്ക് വന്നു കേട്ടോ. ആരതിയൊക്കെ കാണാൻ പോകണമെന്നുണ്ടായിരുന്നു. വേദയുടെ തലവേദന കാരണം പിന്നെ നേരെ റൂമിലേക്ക് വന്നു. നാളെ ആരതിയെല്ലാം കാണാൻ പോവാമെന്ന് കരുതി. എന്നിട്ട് റൂമിൽ ചെന്നൊരു ഉറക്കം എല്ലാം കഴിഞ്ഞ ശേഷം ചായ കുടിക്കാൻ ഇറങ്ങി നിൽക്കുന്നതാണ് ഈ